നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അതിനിർണായകമായ പോരാട്ടമാണ് ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സി എസ് കെ വേഴ്സസ് LSG പോരാട്ടം. സി എസ് കെ ടോസ് കിട്ടിയിട്ട് ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ്. വെടിക്കെട്ട് പ്രകടനം ഇംഗ്ലീഷ് അങ്ങ് പുറത്തെടുത്തപ്പോൾ ഉലഞ്ഞുപോയി സി എസ് കെ എന്ന് പറയണം. പക്ഷേ ജെയ്മി ഒവേർട്ടൺ കാര്യങ്ങൾ മാറ്റിമറിച്ചു. എന്തായാലും ഒരു ഘട്ടത്തിൽ 250 പോയേക്കുമോ എന്ന് സന്ദേഹിച്ച LSGയുടെ സ്കോറ് 203 ഒതുക്കാൻ സി എസ് കെക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു വലിയ സ്കോർ തന്നെയാണ് ഈ പിച്ചിൽ. അത് സി എസ് കെ മറികടക്കണമെങ്കിൽ സഞ്ജു സാംസണിൻ്റെയും ഋതുവിൻ്റെയും ഒക്കെ ബാറ്റിൽ നിന്ന് മികച്ച റൺ ഒഴുകണം. ഏതായാലും 20 ഓവർ പൂർത്തിയാകുമ്പോൾ 8 വിക്കറ്റിന് 203 റൺസാണ് LSG അടിച്ചിരിക്കുന്നത്. LSGയുടെ ഇന്നിങ്സിൻ്റെ ഹൈലൈറ്റ് ജോഷ് ഇംഗ്ലീസിൻ്റെ പൊളിച്ചെടുക്കലായിരുന്നു. ജോഷ് ഇംഗ്ലീസും മിച്ചൽ മാർഷും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് 6ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിലാണ് വരുന്നത്. പക്ഷേ മാർഷിന് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. മാർഷ് 10 പന്തുകളിൽ നിന്ന് 10 റൺസുമായിട്ട് മടങ്ങി. എന്നാൽ ഇംഗ്ലീസ് വെടിക്കെട്ട് പൊളിച്ചെടുക്കലായിരുന്നു. അദ്ദേഹം പക്ഷേ ഒരു ഭാഗത്ത് നിൽക്കവേ മറുഭാഗത്ത് നിക്കോളാസ് പൂറൻ ഒറ്റ റൺസുമായിട്ട് നൂർ അഹമ്മദിൻ്റെ പന്തിൽ മടങ്ങിപ്പോയി. ഇംഗ്ലീസ് മടങ്ങുന്നത് 10ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിലാണ്. അപ്പോഴേക്കും 112 റൺസ് ആയി കഴിഞ്ഞിരുന്നു LSGക്ക്. 33 പന്തിൽ നിന്ന് 10 ഫോറും 6 സിക്സറും അടക്കം 85 റൺസ് എടുത്ത അദ്ദേഹത്തെ ജെയ്മി ഒവേർട്ടൻ്റെ പന്തിൽ സഞ്ജു സാംസൺ പിടിച്ച് മടക്കി വിടുകയായിരുന്നു. ഋഷഭ് പന്തിനെ ഒവേർട്ടൺ ബൗൾഡാക്കി വിട്ടു. 12 പന്തിൽ നിന്ന് 15 റൺസ്. മർക്രം റണ്ണൗട്ടായി 6 റൺസാണ് അടിച്ചിരുന്നത്. രഘുവൻഷിയെ ഒവേർട്ടൺ പറഞ്ഞു വിട്ടു. 18 പന്തിൽ നിന്ന് 18 റൺസ്. എന്നാൽ പിന്നീട് മികച്ചൊരു ഫിനിഷിംഗ് ടച്ച് കൊടുത്തത് ഷഹബാസ് അഹമ്മദാണ്. ഷഹബാസ് അഹമ്മദ് 24 പന്തിൽ നിന്ന് 37 റൺസ് അടിച്ചു. അവസാന ഘട്ടത്തിൽ കമ്പോജിൻ്റെ ഓവറിൽ തുടരെ 2 വിക്കറ്റുകൾ വീണു. അതിൽ ഹിമ്മത് സിംഗിനെ കമ്പോജ് ബൗൾഡാക്കി വിട്ടതാണ്. ഷാമി റണ്ണൗട്ടായിട്ട് മടങ്ങുകയും ചെയ്തു. ഏതായാലും അവസാന പന്തിൽ സിക്സർ പറത്തിക്കൊണ്ടാണ് ഇന്നിങ്സ് അവസാനിപ്പിച്ചത്. നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റിന് 203 റൺസാണ് LSG അടിച്ചിരിക്കുന്നത്. മറുപടി ബാറ്റിങ്ങിൽ അത് മറികടക്കാൻ ഒന്ന് പാടുപെടും സി എസ് കെ എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ സി എസ് കെയുടെ ബൗളിംഗ് നമ്മൾ പറയുമ്പോൾ ജെയ്മി ഒവേർട്ടൺ അദ്ദേഹമാണ് കളി ഒന്ന് തിരിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. 4 ഓവറിൽ 36 റൺസിന് അദ്ദേഹം 3 വിക്കറ്റുകൾ വീഴ്ത്തി. നൂർ അഹമ്മദ് 4 ഓവറിൽ 24 റൺസിന് 1 വിക്കറ്റ്. മികച്ച ഇക്കണോമിയിലാണ് അദ്ദേഹം പന്തെറിഞ്ഞ്. കമ്പോജ് 4 ഓവറിൽ 47 റൺസിന് 2 വിക്കറ്റുകളും വീഴ്ത്തി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.